നമസ്കാരം. ആലുവയിലെ ലോഡ്ജിൽ കൊല്ലം സ്വദേശിനിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവതി ശല്യപ്പെടുത്തിയതോടെയാണ് ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവന്ന വിവരം. വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയതിനാൽ ഒഴിവാക്കാനായി കൊല ചെയ്ത നേര്യമംഗലം സ്വദേശി ബിനു ആലുവ പോലീസിന് മൊഴി നൽകിയത്. വിവാഹം കഴിക്കണമെന്ന് നിരന്തരമായി കൊല്ലം സ്വദേശിനി അഖില നിർബന്ധിച്ചിരുന്നുവെന്നും നാട്ടിലും വീട്ടിലും ഇതിന്റെ പേരിൽ തന്നെ നാണം കെടുത്തിയതും കൊലയ്ക്ക് കാരണമായതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. അമിതമായ മദ്യലഹരിയിലായിരുന്നു കൊലപാതകം നടത്തുമ്പോൾ പ്രതി. ഇന്നലെ രാത്രി 11:30 കൊല്ലം കുണ്ടറ വെളിച്ചിക്കാല ചാരുവിള പുത്തൻ വീട്ടിൽ അഖില ആലുവയിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെടുന്നത്. അഖിലയുടെ സുഹൃത്ത് നേര്യമംഗലം മണിമരുതുംചാൽ ആറ്റുംപുറം വീട്ടിൽ ബിനു എൽദോസ് ആണ് പ്രതി. ആലുവ പമ്പ് ജംഗ്ഷന് സമീപമുള്ള തോട്ടുങ്കൽ ലോഡ്ജിൽ 201 നമ്പർ മുറിയിലായിരുന്നു സംഭവം. കുറച്ചു കാലമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും. ഇടയ്ക്കിടയ്ക്ക് ഈ ലോഡ്ജിൽ മുറിയെടുക്കാറും പതിവായിരുന്നു. എടത്തലം 4 മൈൽ ഭാഗത്ത് മൊബൈൽ ടവർ കമ്പനിയുടെ വാഹനം ഓടിച്ച് ജീവിക്കുന്ന ആളാണ് അവിവാഹിതനായ ബിനു. 1.5 വർഷം മുമ്പാണ് സമീപത്തുള്ള ഒരു ഹോസ്റ്റലിൽ വാർഡനായി ജോലി നോക്കിയിരുന്ന അഖിലയെ പരിചയപ്പെടുന്നതും പിന്നീട് സൗഹൃദത്തിലാകുന്നതും. ഇടയ്ക്കിടെ ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ദിവസങ്ങളോളം താമസിച്ചിരുന്നു. സംഭവ ദിവസം അഖിലയാണ് മുറി ബുക്ക് ചെയ്തതും ഇതിന്റെ പണം നൽകിയതെന്നുമാണ് വിവരം. ബിനു വൈകിട്ട് 6:30 മുറിയിലെത്തി. വൈകിട്ട് 8 മണിയോടെയാണ് അഖില എത്തുന്നത്. ബിനു വൈകാതെ മദ്യപാനം ആരംഭിച്ചു. ഇതിനിടയിലാണ് വിവാഹകാര്യം ഉയർന്നു വന്നതും ഇരുവരും തമ്മിൽ അടിപിടിയാകുന്നതും. തുടർന്ന് ബിനു അഖിലയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നിർവഹിച്ചത്. കൊലപാതകത്തിന് ശേഷം ബിനു തന്റെ സുഹൃത്തിനെ വീഡിയോ കോളിൽ വിളിച്ച് അഖിലയെ കൊലപ്പെടുത്തിയ കാര്യം പറയുകയും മൃതദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നിലത്തായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. സുഹൃത്ത് ഉടനെ ആലുവ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞതോടെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ അമിത മദ്യലഹരിയിലായിരുന്നു ബിനു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇന്ന് ബോധം വരാനായി ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് പോലീസ് ചോദ്യം ചെയ്തത്. അഖില വിവാഹത്തിനായി തന്നെ നിരന്തരം നിർബന്ധിച്ചിരുന്നുവെന്നും വീട്ടിലും നാട്ടിലും വന്ന ഇക്കാര്യം ഉന്നയിച്ചിരുന്നുവെന്നുമാണ് ഇയാളുടെ മൊഴി. തന്റെ ഫോൺ കോൺടാക്റ്റിലുള്ള സ്ത്രീകളുമായി അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് അഖില നിരന്തരം വഴക്ക് ഉണ്ടാക്കിയിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്.